ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് മോണിറ്ററിങ് ഇൻ അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷനെ ഞാൻ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മോണിറ്റേഴ്സ്, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ETC02 ഒരു സെക്ഷൻ, അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് മോണിറ്റേഴ്സ് എന്നിങ്ങനെ 3 സെക്ഷനായിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് പോവാം. മോണിറ്ററിങ് ഇൻ അനസ്തേഷ്യ. നമ്മുടെ മോണിറ്റേഴ്സ് അനസ്തേഷ്യ സിസ്റ്റം വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ ഗ്യാസ് കോൺസെൻട്രേറ്റേഴ്സ്, വോളിയം, ഫ്ലോ തുടങ്ങിയിട്ടുള്ള മോണിറ്റേഴ്സാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ജനറൽ അനസ്തേഷ്യയിലായിരിക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന മാക്ക്, ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി വോളിയം തുടങ്ങിയിട്ടുള്ള മോണിറ്റേഴ്സ്, അങ്ങനെയുള്ള മോണിറ്റേഴ്സ് ഒരു സെക്ഷൻ. അങ്ങനെയുള്ള മോണിറ്റേഴ്സിന് നമ്മൾ റെസ്പിറേറ്ററിയിൽ കണക്കൂട്ടാം. അത് കഴിഞ്ഞിട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നത് ECG, നമ്മുടെ ആർട്ടീരിയൽ, CVP, വേവ് ഫോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ന്യൂറോളജിക്കൽ മോണിറ്റേഴ്സ്. ന്യൂറോളജിക്കൽ മോണിറ്റേഴ്സിൽ നമ്മൾ കോമൺലി മോണിറ്റർ ചെയ്യുന്ന വസ്തുക്കൾ EEG, BIS, NMJ, ന്യൂറോമസ്കുലർ ജംഗ്ഷൻ മോണിറ്ററിങ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന മെറ്റബോളിക് മോണിറ്റേഴ്സ്. മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രധാന മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇത്തരം മോണിറ്ററിൽ എല്ലാം നമ്മൾ ഡെയിലി നമ്മുടെ യൂസ് ചെയ്യാറില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും എല്ലാ ഫെസിലിറ്റികളും ഉണ്ടാവണമെന്നില്ല. ഇതിൽ നമ്മൾ കോമൺലി അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 5 മോണിറ്ററിങ്ങുകളാണുള്ളത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1 SpO2, 2 NABP, 3 ECG, 4 ETC02, 5 ടെമ്പറേച്ചർ. ഈ 5 മോണിറ്ററിങ്ങുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു പേഷ്യൻറ്റിന് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോക്കേണ്ട 5 മോണിറ്ററിങ്ങുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ പലപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ ഒഴിവാക്കാറുണ്ട്, എന്നാലും ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാറുണ്ട്. അതുപോലെ ETC02 ജനറൽ അനസ്തേഷ്യ കേസുകൾക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, എന്നാലും റീജിയണൽ അനസ്തേഷ്യ കേസുകൾക്കും നമ്മൾ ETC02ൻ്റെ സഹായം തേടാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് SpO2. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു മോണിറ്ററാണ് SpO2 മോണിറ്റർ. പെരിഫറൽ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ നോക്കുന്നതിനെയാണ് SpO2 എന്ന് പറയുന്നത്. ഇത് പെർസെൻറ്റേജിലാണ് പറയുന്നത്. നമുക്കറിയാം 100% ആണ് അതിൻ്റെ പീക്ക്. 95 to 100% ആണ് SpO2ൻ്റെ നോർമൽ വാല്യൂ. SpO2 ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി വഴിയാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ബിയർ-ലോംബർട്ട്സ് ലായാണ്. SpO2ൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിയർ-ലോംബർട്ട്സ് ലാ. എന്താണ് SpO2ൻ്റെ ഫങ്ഷനിങ് എന്ന് നോക്കാം. SpO2ൽ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതായത് ഒരു അപ്പർ പാർട്ട്, ഒരു ലോവർ പാർട്ട്. അപ്പർ പാർട്ടിൽ വരുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലോവർ പാർട്ട് വരുന്നത് ഫോട്ടോ ഡിറ്റക്ടറാണ്. ഈ 2 പോർഷൻ്റെ ഇടയിലാണ് നമ്മുടെ ലിംബുകൾ, നമ്മുടെ എൻഡാർട്ടറീസ് വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഫിംഗേഴ്സാണ്. കയ്യിലെ ഫിംഗേഴ്സ്, കാലിലെ ഫിംഗേഴ്സ്, നമ്മുടെ ഇയറിൽ നോക്കാറുണ്ട്, നോസിൽ നോക്കാറുണ്ട്. കുട്ടികളാണെങ്കിൽ കയ്യിലൊക്കെ നോക്കാറുണ്ട്. അതായത് ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ നിന്ന് ഒരു 660 nm റെഡ് ലൈറ്റും ഒരു നിയർ ഇൻഫ്രാറെഡ് ആയിട്ടുള്ള 90 nm ലൈറ്റുമാണ് എമിറ്റ് ചെയ്യുന്നത്. ഈ 2 ലൈറ്റുകളും നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ടി കൂടി കടന്നു പോകണം. അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് നമ്മളെപ്പോഴും SpO2 പ്ലേസ് ചെയ്യുന്നത്, പ്രോബ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ് ചെയ്ത് വന്ന് താഴത്തെ ഫോട്ടോ ഡിറ്റക്ടറിൽ പതിക്കും. അപ്പോൾ നമ്മുടെ ആ ഓർഗനിൽ കൂടി അല്ലെങ്കിൽ ആ പാർട്ടി കൂടി കടന്നു പോകുന്ന ഈ ലൈറ്റുകളെ അവിടെയുള്ള ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനുള്ള ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നു. ഇത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് താഴത്തെ ഡയോഡ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പൾസ് ഓക്സിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു SpO2നെ അഫക്റ്റ് ചെയ്യുന്നത്? 1 ഡൈസ്, മെത്തിലിൻ ബ്ലൂ, ഇൻഡോസയാനിൻ ഗ്രീൻ തുടങ്ങിയിട്ടുള്ള ഡൈകൾ ഈ നമ്മൾ പ്രോബ് വയ്ക്കുന്ന ഭാഗങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോ എമിറ്റിംഗ് നടക്കാതെ വരികയും നമ്മുടെ
വാല്യൂവിൽ വ്യത്യാസം, SpO2ൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരികയും. 2 നെയിൽ പോളിഷ്. നമ്മൾ പ്രധാനമായിട്ടും നെയിൽ ബെഡിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ നെയിൽ ബെഡിൽ വയ്ക്കുമ്പോൾ നെയിൽ പോളിഷ് ചെയ്തിട്ടുള്ള പാർട്ടാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഈ ലൈറ്റുകൾ എമിറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് അബ്സോർബ് ചെയ്യുന്നതിൽ വ്യത്യാസം വരാം. അതും നമ്മുടെ SpO2 വാല്യൂവിനെ അല്ലെങ്കിൽ SpO2 മോണിറ്ററിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷനുള്ള പേഷ്യൻറ്റിനും പൾസ് കുറവായിരിക്കും, സർക്കുലേഷൻ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റാം, നമുക്ക് SpO2ൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരാം. പിന്നെ വരുന്നത് ഹൈപ്പോതെർമിയ. കോൾഡായിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ലിംബുകളോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് എന്തെങ്കിലുമൊക്കെ കോൾഡായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം പാർട്ടുകളിലും നമ്മൾ പ്രോബ് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന SpO2ൻ്റെ വാല്യൂവിനെ അത് ബാധിക്കാം. ക്ലിയറായിട്ട് വരാതിരിക്കാം, കിട്ടുന്ന വാല്യൂവിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഒരു ഫോൾസ് വാല്യൂ അത് കാണിക്കാം. അടുത്ത വരുന്നത് ആംബിയൻറ്റ് ലൈറ്റാണ്. അതായത് നമ്മുടെ ഈ ഫോട്ടോ എമിറ്റിംഗ് ഡയോഡിൽ നിന്ന് വരുന്ന ലൈറ്റ് അല്ലാതെ അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റ് ലൈറ്റ് സോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ SpO2 വാല്യൂവിനെ അത് ബാധിക്കാം. അടുത്ത വരുന്നത് ഇലക്ട്രോ കോട്ടറിയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ കോട്ടറി SpO2നെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ SpO2നെ അഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. നമ്മുടെ മോണിറ്ററിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോണിറ്ററിംഗ് ആണ് BP മോണിറ്ററിംഗ്, ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ്. അതിൽ നമ്മൾ BP നോൺ ഇൻവേഴ്സീവ് മെത്തേഡിലും ഇൻവേഴ്സീവ് മെത്തേഡിലും നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നോൺ ഇൻവേഴ്സീവ് മെത്തേഡാണ്. ഇൻവേഴ്സീവ് മെത്തേഡ് പിന്നീട് വരുന്നതാണ്. അപ്പോൾ NIBP, നോൺ ഇൻവേഴ്സീവ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നത് ഓസിലോമെട്രിക് മെത്തേഡ് വെച്ചിട്ടാണ്. ഓസിലോമെട്രിക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഇതിൽ 3 വാല്യൂസാണ് ഈ BPയിൽ, നമ്മുടെ BP മോണിറ്ററിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും 3 വാല്യൂസാണ് വരുന്നത്. സിസ്റ്റോളിക് BP, ഡയസ്റ്റോളിക് BP ആൻഡ് മീൻ BP. സിസ്റ്റോളിക് BP എന്ന് പറയുന്നത് പ്രഷർ ഓസിലേഷൻ പെർസീവ് ചെയ്യുന്ന മാക്സിമം പ്രഷറിനെയാണ്. പ്രഷർ ഓസിലേഷൻ പെർസീവ് ചെയ്യുന്ന മാക്സിമം കഫ് പ്രഷറിനെയാണ് നമ്മുടെ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് പ്രഷർ ഫ്ലക്ച്വേഷൻ പെർസീവ് ചെയ്യുന്ന മിനിമം കഫ് പ്രഷറിനെയാണ് പറയുന്നത്. ഇനി മീൻ BP, MAP എന്ന് നമ്മൾ പറയുന്ന, മാപ്പ് എന്ന് പറയുന്ന മീൻ ആർട്ടീരിയൽ BP എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഗ്രേറ്റസ്റ്റ് ആയി നിൽക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീൻ ആർട്ടീരിയൽ പ്രഷർ കാണുവാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. മീൻ ആർട്ടീരിയൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് സിസ്റ്റോളിക് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് പ്രഷർ ഡിവൈഡഡ് ബൈ 3. അല്ലാന്നുണ്ടെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അടുത്തത് ECGയിലേക്ക് പോവാം. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫി. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു മോണിറ്ററിംഗ് ആണ് ECG. ECG നമ്മൾ പ്രധാനമായിട്ടും മോണിറ്ററിങ്ങിൽ ഉപയോഗിക്കുന്നത് കാർഡിയാക് ഫങ്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് എന്ന് പറയുന്നത് റിതം ഡിസോർഡർ ഐഡൻറ്റിഫൈ ചെയ്യാനും, 2 എന്ന് പറയുന്നത് ഇസ്കീമിക് ഈവൻറ്റ് നമുക്ക് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. 1 റിതം ഡിസോർഡർ, 2 ഇസ്കീമിക്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന 3 ലീഡ് ECG. ലീഡ് 3 എന്ന് പറയുന്നത് മെയിൻലി ഫോർ റിതം ഡിസോർഡറും, ലീഡ് 5 എന്ന് പറയുന്നത് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഡിറ്റക്ട് ഇസ്കീമിക് ഈവൻറ്റുമാണ്. ലീഡ് 3 റിതം ഡിസോർഡർ, ലീഡ് 5 എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഫോർ ഡിറ്റക്റ്റിംഗ് ഇസ്കീമിക് ഈവൻറ്റ്. അടുത്തത് EtCO2 ആണ്. EtCO2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വളരെയധികം ലെങ്തി ആയി പോവും, കൺഫ്യൂഷൻ ആവും. ആയതുകൊണ്ട് തന്നെ EtCO2 മാത്രമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാനൊരു അടുത്ത ക്ലാസ് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന
ടെമ്പറേച്ചർ മോണിറ്ററിങ്. മെറ്റബോളിസം ബേസ് ചെയ്തിട്ടുള്ള മോണിറ്ററിംഗ് ആണ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിക് ഫങ്ഷൻസ് എല്ലാം നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഈ നോർമൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ബോത്ത് സർജറി ആൻഡ് അനസ്തേഷ്യയും സർജറിയും ഒരുപോലെ അഫക്റ്റ് ചെയ്യും. അനസ്തേഷ്യ സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരിയന്റ് നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പറഞ്ഞതുപോലെ തന്നെയാണ് മെറ്റബോളിസത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഡ്രഗിന്റെ മെറ്റബോളിസത്തിന് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. കൂടാതെ അത് ഡിലേഡ് ഓഫ് എവേക്കനിങ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വെന്റിലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാകും. അടുത്ത സർജറി സൈഡിൽ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്സിസ്, ബ്ലീഡിങ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ബോഡി ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കാരണമാകും. ഇനി ഈ ഹീറ്റ് ലോസിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഹീറ്റ് ലോസിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. റേഡിയേഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ, ഇവാപ്പറേഷൻ. റേഡിയേഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ, ഇവാപ്പറേഷൻ. 4 കാര്യങ്ങളാണ് നമുക്ക് ഹീറ്റ് ലോസിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റേഡിയൻ്റ് ഹീറ്റ് ഫ്രം ബോഡി ടു എ നിയർ ബൈ കോൾഡ് സർഫസ്. അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു തണുത്ത സർഫസ്, ഇപ്പോൾ തണുത്തിരിക്കുന്ന വോള്, നമ്മുടെ എക്യുപ്മെൻറ്റുകളാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അടുത്തുള്ള പേഷ്യൻ്റായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതല്ല, പേഷ്യൻ്റ് നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോൾഡ് സർഫസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകുന്നു, റേഡിയൻ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ വഴി ഹീറ്റ് ലോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അതിൽ രണ്ടാമതായിട്ട് വരുന്നത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഈസ് ലോസ്റ്റ് ത്രൂ സർക്കുലേഷൻ ഓഫ് എയർ ഓർ കൂൾ എയർ കമ്മിങ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് സ്കിൻ. അതായത് പേഷ്യൻ്റെ ബോഡിയുമായിട്ട് സർക്കുലേറ്റ് ചെയ്തു പോകുന്ന എയർ വഴി ഉണ്ടാകുന്ന ലോസ്, അല്ലെങ്കിൽ നമ്മുടെ AC, എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും AC ആയിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന കോൾഡ് എയർ വഴി ലോസ് ആവുന്ന ഹീറ്റ്, അങ്ങനെ ഹീറ്റ് ലോസ് ആവുന്നതിനാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഹീറ്റ് ലോസ് ടു എ കൂളർ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദ ബോഡി. അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മുടെ OT ടേബിൾ ആവാം, അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പാർട്ടിലേക്ക് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഹീറ്റ് ലോസ് ആവുന്നത്. ഇപ്പോൾ നമുക്ക് ബൗൾ വാഷ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. പേഷ്യൻ്റെ ബോഡിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ഹീറ്റ് ലോസിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഇവാപ്പറേഷൻ. ഹീറ്റ് ഈസ് ലോസ്റ്റ് വെൻ വാട്ടർ ഇവാപ്പറേറ്റ്സ് ഫ്രം സ്കിൻ ഓർ ബ്രീത്ത്. നമ്മുടെ എക്സ്പയർഡ് എയർ വഴിയോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നൊക്കെ വാട്ടർ ഇവാപ്പറേറ്റ് ആയി പോകുന്നതിനോടൊപ്പം തന്നെ ഹീറ്റും എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹീറ്റ് ലോസിൽ വരുന്നത്. ടെമ്പറേച്ചർ, ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് റൈസ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഹീറ്റ് ലോസ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഹീറ്റ് റൈസ് ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഫീവർ. കോമൺലി ഉണ്ടാകുന്ന ഫീവർ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഉയരാനായിട്ട് കാരണമാകും. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർതെർമിയ. മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ആ അവസ്ഥയിലും, അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലെ ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു കണ്ടീഷനാണ് മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയ. ആ സമയത്തും ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ EtCO2 ക്രമാതീതമായിട്ട് കൂടും. അതിൻ്റെ ഒരു പ്രധാന റീസണും മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയാണ്. മാലിഗ്നൻറ്റ് ഹൈപ്പർതെർമിയെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്തത് കോർ ടെമ്പറേച്ചർ മോണിറ്ററിങ്. അതായത് ടെമ്പറേച്ചർ മോണിറ്ററിങ് എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മോണിറ്ററിങ് നടത്തുന്ന സ്ഥലങ്ങൾ. ഹൈലി പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ വേണം നമ്മളെപ്പോഴും ടെമ്പറേച്ചർ മോണിറ്ററിങ് നടത്താനായിട്ട്. ഹൈലി പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, ടെമ്പറേച്ചർ മോണിറ്ററിങ് നടത്താനായിട്ട്. കാരണം അത്തരം സ്ഥലങ്ങളിലാണ് നമുക്ക് മോസ്റ്റ് ആക്യുറസിയോട് കൂടിയിട്ട് ടെമ്പറേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തത് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിലാണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം. പൾമണറി ആർട്ടറിയിൽ PA കത്തീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഡിസ്റ്റൽ ഈസോഫാഗസ്.
നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടെമ്പറേച്ചർ പ്രോബിനെ നേസൽ വഴിയോ ഓറൽ വഴിയോ ഈസോഫാഗസിൻ്റെ അകത്തേക്ക് ഡിസ്റ്റൽ എൻഡിലോട്ട് ഡിസ്റ്റൽ പാർട്ടിലോട്ട് കടത്തി വിട്ടിട്ട് ഡിസ്റ്റൽ ഈസോഫാഗസിലെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാറുണ്ട്. അടുത്തത് ടിംബാനിക് മെംബ്രെയിൻ, അതായത് നമ്മുടെ ഇയർ ഡ്രം, അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നതിന് ടിംബാനിക് തെർമോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. പിന്നെ വരുന്നത് നേസോഫാരിങ്സ് നമുക്കറിയാം നേസലി പ്രോബ് വെച്ചിട്ട് ടെമ്പറേച്ചർ പ്രോബ് വെച്ചിട്ട് നമ്മൾ അളക്കാറുണ്ട്. നമ്മുടെ എല്ലാ കേസുകളിലും ടെമ്പറേച്ചർ പ്രോബ് അത്ര കാര്യമായി ഉപയോഗിക്കാറില്ലെങ്കിലും ടെമ്പറേച്ചർ പ്രോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ലോവർ ടെമ്പറേച്ചർ നമ്മൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യും, വാമർ, ബ്ലാങ്കറ്റ്, പേഷ്യൻറ്റിനെ കവർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഫ്ലൂയിഡ് വാമറുകൾ തുടങ്ങിയവ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. CABG പോലുള്ള പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന കേസുകൾ, അത്തരം കേസുകൾക്ക് ടെമ്പറേച്ചർ മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു മോണിറ്ററിംഗ് ആണ് ടെമ്പറേച്ചർ മോണിറ്ററിങ്. ആയതിനാൽ തന്നെ CABG പോലുള്ള സർജറികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സൈറ്റുകൾ വളരെയധികം റിലയബിൾ ആണ്. ഇതോടുകൂടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പറയാനുള്ള കുറച്ച് മോണിറ്ററിങ്ങുകളും ETC എന്ന് പറയുന്നൊരു സെക്ഷനും, അങ്ങനെ 2 സെക്ഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് ഉടനെ വരുന്നതാണ്. ഹാവ് എ നൈസ് ഡേ.